ഹലോ, ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ്. ആദ്യം നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ കൂടെ കുറച്ച് സവോളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളതിൽ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 അല്ലി വെളുത്തുള്ളി മതി. വെളുത്തുള്ളി ആഡ് ചെയ്തു. പിന്നെ പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത്. പച്ചമുളക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 കാന്താരി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇതിലേക്ക് നമ്മൾ അതിലേക്ക് വേണ്ട പൊടിയൊക്കെ ഇടണം. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഈ 2 പൊടി മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഈ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ അളവൊന്നും എനിക്കറിയില്ല കേട്ടോ. മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. കാന്താരി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നല്ല എരിവായിരിക്കും. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വരേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മളിതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് പിന്നെ കടുകിടണം. കടുകും പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കടുകൊക്കെ പൊട്ടി ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന ടൈമിലാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ആഡ് ചെയ്യേണ്ടത്. ഈ ഉഴുന്ന് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആകും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കടുകും ഉഴുന്നൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇനി കടുക് ഉഴുന്നൊക്കെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സാണ്. അത് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് നന്നായിട്ട് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ദോശ